പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ പെൺകുട്ടിയെ കൊണ്ട് ഗർഭചിത്രം ചെയ്യിപ്പിക്കരുത്. പക്ഷേ യഥാർത്ഥത്തിൽ ആശുപത്രിയിലേക്ക് ഗർഭചിത്രത്തിന് പോയത് ആ പെൺകുട്ടിയല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിൽ ഇല്ലായിരുന്നല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൽ പോയി ചെയ്യാൻ പറ്റില്ലല്ലോ, അവർ തന്നെ പോകേണ്ടി വരില്ലേ? അവരുടെ വയറ്റിലല്ലേ കുട്ടിയുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവരുടെ കൂടെ പോയോ? രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതെങ്കിലും രീതിയിൽ ഇവരുടെ കൂടെ പോവോ ചെയ്യിക്കുകയാണോ? ഒറ്റയ്ക്ക് പോകാനുള്ള പ്രയാസം അവർ പറയുമ്പോൾ ഇയാളെ തള്ളി ഉന്തി വിടുന്നത് താങ്കൾ കണ്ടില്ലേ? അതെ, അതുകൊണ്ട് ഈ വകുപ്പ് ആപ്ലിക്കബിൾ ആവും. ഇനി ഇതൊന്നുമല്ല, ഒറ്റ വരി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇലക്ഷൻ സമയമാണ്. ശബരിമല വിഷയത്തിൽ ശ്രദ്ധ മാറ്റണം. രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് വിഷയം എത്തിക്കണം. ഇത്ര മാത്രമേ ഉള്ളൂ. ഇലക്ഷൻ കാലത്ത് ശബരിമല ചർച്ചയാകുമ്പോൾ CPM-നടക്കമുള്ള ആൾക്കാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും. ആലോചിക്കണ്ടേ രാഹുൽ ഈശ്വറെ? ഞാൻ അങ്ങോട്ട് മാറിയുന്ന തീരുവല്ലോ മുന്നണിക്കും പാർട്ടിക്കുള്ള ഈ തൊല്ല അയാൾ മാറുന്നില്ല. അപ്പൊ അനുഭവിക്കേണ്ടി വരും സ്വാഭാവികമായിട്ടും. എന്നിട്ട് അയ്യോ ഇത് വിഷയമാകുന്നേ അത് വിഷയമാകുന്നേ എന്ന് പറയല്ലേ? ശ്രീ കെ സുധാകരൻ പറഞ്ഞതുപോലെ കേരളത്തിനും കോൺഗ്രസിനും രാഹുലിനെ വിശ്വാസമാണ്. മാത്രമേ ഉള്ളൂ. വേറൊരു കാര്യം കൂടി ഇന്നലെ പറഞ്ഞു, രാഹുൽ നന്നാകേണ്ടതുണ്ടെന്ന്. അത് താങ്കൾ കേട്ടിരുന്നു? ഞാൻ ഇതേ അഭിപ്രായം. രാഹുൽ ഏതെങ്കിലും രീതിയിൽ അങ്ങനെ 1, 2, 3 വ്യക്തികളോട് ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ലെന്ന് കെ സുധാകരൻ പറഞ്ഞതുപോലെ ഞാനടക്കം ഒരുപാട് പേര് ഇത് പറയല്ലേ? ഒരു കാര്യം ഇത് പറയല്ലേ? അതായത് ഒരു തെരഞ്ഞെടുപ്പിന്റെ സന്ധിയിൽ ഇങ്ങനെ ആക്ഷേപം കെട്ടു നിൽക്കുന്ന ഒരാൾ മുന്നിൽ കയറി നിൽക്കുന്നു, വോട്ട് പിടിക്കാൻ നടക്കുന്നു, പാർട്ടി ഓഫീസിൽ കയറി ചെല്ലുന്നു, എന്നിട്ട് നിരന്തരമായി മാധ്യമങ്ങൾക്ക് രാഷ്ട്രീയം പറഞ്ഞ് ബൈറ്റ് കൊടുക്കുന്നു. അപ്പൊ അയാൾക്കെതിരായിട്ടുള്ള ആരോപണങ്ങളും അതേ ഗ്രാവിറ്റിയിൽ വരും. എന്നിട്ട് അയ്യോ വിഷയം മാറ്റാൻ ശ്രമിക്കുന്നതെന്ന് നിലവിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒറ്റ വരി ശ്രദ്ധിച്ചാൽ മതി. 3 പ്രധാനപ്പെട്ട പാർട്ടികളും എല്ലാ മാധ്യമങ്ങളും എതിര് നിന്നിട്ടും ഇന്ന് കേരളത്തിലെ ഏറ്റവും പോപ്പുലർ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? എവിടെ പോയാലും രാഹുൽ മാങ്കൂട്ടത്തിനെ ആനയിക്കാനും ആശ്രയിക്കാനും ജനക്കൂട്ടം ഓടി വരുന്നത് കാര്യങ്ങളിലൂടെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടുകയാണ് നാട്ടുകാർക്ക് മനസ്സിലായി കഴിഞ്ഞു. പോപ്പുലാരിറ്റിയുടെ മെഷർമെന്റ് എങ്ങനെയാണ്? അതിന്റെ ഒരു ക്രൈറ്റീരിയ എന്താ മനസ്സിലായില്ല. സാധാരണക്കാർക്ക് മനസ്സിലായി രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടുകയാണ്, രാഹുൽ മാങ്കൂട്ടത്തിനെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയാണ്. സാധാരണക്കാരുടെ മൊത്തം ഏജൻസി രാഹുൽ ഈശ്വർ എടുക്കുക ഇല്ല. താങ്കൾ വെറുതെ താങ്കളുടെ ചാനലിൽ അടക്കം വരുന്ന കമന്റ് ബോക്സുകൾ നോക്കിയാൽ മതി. നാണമില്ലാത്ത ആൾക്കാർ വന്ന് കമന്റ് ചെയ്യുന്നുണ്ട്. നാണമില്ലാത്ത കുറെ ആൾക്കാർ വന്ന് ഇതിനെ പിന്തുണച്ച് കമന്റ് ചെയ്യുന്നുണ്ട്. കമന്റ് ചെയ്യാത്തവരല്ലേ 10,000-കണക്കിന് മനുഷ്യർ കേരളത്തിലുള്ളവർ. അല്ല രാഹുലെ ഞാൻ ചോദിക്കട്ടെ രാഹുലെ, സിമ്പിൾ ആണ്. ഒരു ടെലിവിഷനിലെ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട ഒരു എപ്പിസോഡ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. ആ എപ്പിസോഡ് 1,00,000 പേര് കണ്ടു. അതിൽ 500 പേര് വന്ന് നെഗറ്റീവായി കമന്റ് ചെയ്താൽ ബാക്കി ഉള്ള ആളുകളാണോ ഭൂരിപക്ഷം? 500 പേരാണോ ഭൂരിപക്ഷം? 500 പേരിൽ നിന്നാണോ നമ്മൾ അതിന്റെ സംഗതി എടുക്കേണ്ടത്? ബാക്കിയുള്ള ആൾക്കാർക്ക് ബാക്കി ആൾക്കാർക്ക് ആ വിഷയത്തിൽ മറിച്ച അഭിപ്രായം ഉണ്ടാവില്ലേ? തിരിച്ചു ചോദിച്ചോട്ടെ. CPM-ന്റെ ബന്ധപ്പെട്ട ഐഷ പോറ്റി, CPI ആയിരുന്ന ശ്രീനാദേവി കുഞ്ഞമ്മ, തൻവീറാം, BJP-യോട് എടുത്തു നിൽക്കുന്ന അനുശ്രീ, അല്ലെങ്കിൽ ആൺകൂട്ടത്തിന്റെ അഭിപ്രായമുള്ള പെണ്ണുങ്ങളുണ്ട്. ഞങ്ങൾക്ക് കാര്യം അല്ല, അവരുടെ പേര് സ്ത്രീകളുടെ പേരായതുകൊണ്ട് അവർ പറയുന്ന എല്ലാം സ്ത്രീകളുടെ അഭിപ്രായമാണോ? പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ ഈശ്വറെ ആണുങ്ങളുടെ അഭിപ്രായമുള്ള പെണ്ണുങ്ങളുണ്ട്. പേര് സ്ത്രീയുടേതായി പോയി, രൂപം സ്ത്രീയുടേതായി പോയി എന്നതുകൊണ്ട് അവരാകമാനം സ്ത്രീകളുടെ സെന്റിമെന്റ്സിനെ